ഓം ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 8/7/2025. നദിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരാണ് ഇല്ല എന്ന് പറയുന്നത്? എന്നാൽ ഒരു ബോധപ്രാപ്തൻ നദിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. ചോദ്യം ഒന്നാണെങ്കിലും ഉത്തരം രണ്ടായി മാറി. നദിയെ കണ്ടവർ പോലും നദിയെ കണ്ടിട്ടില്ല എന്ന് പറയുവാൻ നിർബന്ധിതരായി മാറി. എന്താണ് കാരണം? ചോദ്യകർത്താക്കൾ മാറുന്നതിനനുസരിച്ച് ഉത്തരങ്ങൾക്ക് സൂക്ഷ്മത ഭവിക്കുന്നു എന്നല്ലേ അതിനർത്ഥം? ബോധപ്രാപ്തൻ തേടുന്ന ഉത്തരത്തിന് സൂക്ഷ്മത ഉണ്ടെന്ന ബോധം ഉത്തരം പറയുന്നവരിൽ ഉണ്ട്. അതിനാൽ അവൻ ശ്രദ്ധാവാനായി മാറി. നദിയെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അപ്പോഴും അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ആ മനസ്സിനോടൊപ്പം ഓടാതിരിക്കുവാൻ അവനിലെ ശ്രദ്ധ അവനെ സഹായിക്കുന്നു. മനസ്സ് പറഞ്ഞിട്ടും നദിയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ യുക്തി എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. വ്യാഖ്യാനിക്കാത്ത നിരീക്ഷകൻ ഉണർന്നവനാണ് ബോധപ്രാപ്തൻ. അതിനാൽ ചോദ്യത്തിലെ സൂക്ഷ്മത ഉത്തരത്തിലും ഉണ്ടായിരിക്കണമല്ലോ. അതിനാൽ ഉത്തരം പറയുന്നവർ ശ്രദ്ധാവാന്മാരായി മാറുന്നു. മനസ്സിൻ്റെ ഉത്തരമല്ല ശരിയായ ഉത്തരം എന്ന് അവൻ്റെ വിവേകബുദ്ധിക്ക് അറിയാനാകും. ഒഴുകുന്ന നദി ഒരു തുടർച്ചയാണ്. ഒഴുക്ക് തുടർച്ചയാണ്. അതിനാൽ നദിയും തുടർച്ചയാണ്. തുടർച്ച തുടരുന്നിടത്തോളം കാലം നദി അവിടെ നിലനിൽക്കുന്നു. ഒഴുക്ക് തുടരുന്നു. അതുകൊണ്ട് നദി തുടരുന്നു. നദി തുടരുന്നതിനാൽ നദിക്ക് തീരുവാനാകില്ല. അതുകൊണ്ട് നദിയെ കണ്ടു തീരുവാനും ആകില്ല. അതിനാൽ നദിയെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നേ ഉത്തരം പറയുവാനാകൂ. കടലിൽ ചേരുന്നത് ഒഴുക്ക് മാത്രമാണ്, നദിയല്ല. നദി തുടർന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പോൾ എങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനെ കണ്ടു തീർന്നു എന്ന് പറയുവാനാകും? കണ്ടു തീരാതെ എങ്ങനെ കണ്ടു എന്ന് പറയുവാനാകും? നദിയും അതിൻ്റെ ചലനവും ശ്രദ്ധിച്ചവന് മാത്രമേ ഒഴുക്ക് മാത്രമാണ് കടലിൽ ലയിക്കുന്നത് എന്ന സത്യം ബോധ്യപ്പെടുകയുള്ളൂ. നദി അവിടെ തന്നെയുണ്ട്. അതുകൊണ്ടാണല്ലോ ആളുകൾ വീണ്ടും വീണ്ടും നദി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഭാവിയിൽ പറയുവാനും പോകുന്നത്. എന്നാൽ സൂക്ഷ്മത ഉള്ളവൻ സത്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു. അവൻ നദി, ഒഴുക്ക്, സാഗരം എന്നിവയെ കാണുന്നു. അവയുടെ ബന്ധം കാണുന്നു. നദി തുടർച്ചയാണ്. ഒഴുക്ക് സാഗരത്തിൽ ലയിക്കുന്നു. ഇവിടെ ഇതിനെ ചലനമായി കണ്ടാൽ നിശ്ചലത എവിടെയാണ് ഉള്ളത്? നിശ്ചലതയാണ് നിരീക്ഷകൻ. കാഴ്ച ചലനവും. ഇനി ബോധപ്രാപ്തന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കൂ. നദിയെ കണ്ടിട്ടുണ്ടോ? എന്ത് ഉത്തരം കൊടുക്കും? ഇല്ല എന്ന ഉത്തരം പോലും ഉത്തരം അല്ല. കാരണം നിരീക്ഷകൻ നിശ്ചലനാണ്. സൂക്ഷ്മത വരാത്തതിനാൽ മനസ്സ് പ്രവർത്തിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു, പലതും പറയുന്നു, പലതും ചെയ്യുന്നു. അതിനാൽ സ്വന്തം പ്രശ്നങ്ങളിൽ മുഴുകുന്നു. അതിനാൽ നിശബ്ദത പാലിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് നിശബ്ദനാകാൻ സാധിക്കാത്തത് എന്ന് പിടികിട്ടിയോ? എന്തുകൊണ്ടാണ് തെറ്റായ ഉത്തരം പറയുന്നത് എന്ന് പിടികിട്ടിയോ? എന്തുകൊണ്ടാണ് ചോദ്യം മനസ്സിലാകാത്തത് എന്ന് പിടികിട്ടിയോ? പിടികിട്ടിയാൽ നിശ്ചലനാകും, മൗനമാകും. അതാണ് ശരിയായ ഉത്തരവും. ഓർക്കുക, സത്ത് എന്നിൽ നിന്നും അന്യമല്ല. ചത്തതിന് ശേഷം കിട്ടുന്നതല്ല സത്ത്. ഒഴുക്കിനെ അറിയുക, തുടർച്ചയെ അറിയുക, നിശ്ചലതയെ അറിയുക, നിരീക്ഷകനെ അറിയുക. ഓർക്കുക വീണ്ടും, ഇപ്പോൾ നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി പഴയതുപോലെ തന്നെ ആയിരിക്കും. അതൊരു തുടർക്കഥ പോലെ തുടരും.
ഭാവിയിൽ ഞാൻ നന്നാവും എന്ന ചിന്ത അവസാനിപ്പിക്കുക. കാരണം ഭാവിക്ക് അവസാനമില്ല. മനസ്സ് തുടരും. നിരീക്ഷകൻ തുടരുന്നോ ഇല്ലയോ എന്ന് എന്തിന് ചിന്തിക്കണം? ചിന്ത വരുന്നത് മറ്റൊരു വ്യാഖ്യാനമായി മാറുന്നില്ലേ? ഹരി ഓം. ഇന്നത്തെ അതായത് 8 ജൂലൈയിലെ വൃത്തത്തിലെ ശൂന്യതയെ കാര്യം വായിച്ചിട്ട് കുറച്ചു നേരം മൗനമായിരുന്നു. കാരണം ഒരു കാര്യം തെളിഞ്ഞത് ഗുരുസമക്ഷത്തിൽ അതിസൂക്ഷ്മതയിൽ നിൽക്കണം എന്നത് അനിവാര്യമാണല്ലോ. അപ്പോ അത് കുറച്ചുകൂടെ ഒരു ജാഗ്രത അവസ്ഥയിൽ നമ്മളെ കൊണ്ടുവരുത്തുന്നതാണ്. വളരെ ജാഗ്രത അവസ്ഥയിൽ ശ്രദ്ധയോടെ വേണം ധ്യാന കേന്ദ്രത്തിലും നിത്യജീവിതത്തിലും നിൽക്കേണ്ടത്. ചോദ്യകർത്താവ് ബോധപ്രാപ്തനായ ഗുരു ആണെങ്കിൽ ഉത്തരം നൽകുന്നവരുടെ നിലനിൽപ്പ് ഏത് തലത്തിലാണെന്ന് കൃത്യമായി ഗുരുവിന് മനസ്സിലാവും. ഒരു 15 വർഷം മുമ്പേ നാം സാധകർ കുറച്ചുപേര് അരിപ്പുറത്ത് ഗുരുജിയുടെ കൂടെ പോയിരുന്നു. നെയ്യാർ കണ്ടു എന്നിട്ട് അന്ന് തീർച്ചയായിട്ടും നാം പറഞ്ഞു കാണും, നെയ്യാർ കണ്ടു എന്ന് തീർച്ചയായും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ 15 വർഷങ്ങൾക്ക് ശേഷം 15 വർഷം ഗുരുജിയുടെ കൂടെ സഞ്ചരിച്ചതിന് ശേഷം ആ നദി കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് പറയാനുള്ള ഒരു പ്രവണത ഉണ്ടാകാം. കാരണം നമ്മളുടെ സൂക്ഷ്മമായ നിരീക്ഷകനെ പിന്നെ വളർത്തിയെടുത്തില്ലെങ്കിൽ ആ ഒരു സാധ്യത ഉണ്ട്. പിന്നെ അങ്ങനെ പറയാനുള്ളൊരു സാധ്യത മനസ്സിൽ കാണും, പുറത്ത് പറയില്ല. കുറച്ച് നമ്മളൊന്ന് ഇങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കും. പിന്നെ എന്താന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട്, അപ്പൊ എങ്ങനെ ഉത്തരം പറയണ്ടേ എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കും. കരയിൽ നിന്ന് നദിയെ കാണുമ്പോൾ തുടർച്ചയായി ഒഴുകുന്ന ആറ് ആണ് നാം കാണുന്നത്. ചിലപ്പം ചില നദികളുടെ ഒഴുക്ക് ഉപരിതലത്തിൽ അറിയില്ല, അടിയൊഴുക്കായിരിക്കും കൂടുതൽ. അപ്പോ അങ്ങനെയുള്ളപ്പോ ആ മനോതലത്തിൽ നിൽക്കുവാണെങ്കിൽ കണ്ടു എന്ന് പറയൂര്. പക്ഷെ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഒഴുകുന്നതാണെങ്കിൽ നമുക്ക് കാണാം അത് ചലിക്കുന്നത്. ഇങ്ങനെ ആ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ ഒഴുക്ക് വാട്ടർ ക്രോസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒഴുകി തീരാത്തതും കൊണ്ട് നദി പിന്നെ നദി ഒഴുക്കിന്റെ തുടർച്ചയായി നിൽക്കുമ്പോൾ പിന്നെ നദി അവിടെ നിലനിൽക്കും. അപ്പോൾ നദിയെ കണ്ടുകൊണ്ട് ഇരിക്കുന്നു. കണ്ടു തീരാത്തത് എങ്ങനെ കണ്ടു എന്ന് പറയുവാനാകും എന്നാണ് ഗുരു ചോദിക്കുന്നത്. പക്ഷെ അതിന് ഉത്തരം അതുകൊണ്ട് ഇല്ലാന്ന് പറയാനും അങ്ങനെ റെഡിയായിട്ടല്ല പലരും. പക്ഷെ അത് അങ്ങനെ പറയുന്നതിലും ഒരു പൂർണ്ണത ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ നദി അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നവർക്ക് മാത്രം അതിന്റെ ചലനവും തുടർച്ചയായിട്ടുള്ള ഒഴുക്കും ആ ഒഴുക്ക് സാഗരത്തിൽ ചെന്ന് ചേരുന്നതും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ചലനങ്ങൾ ആണ്. അപ്പോൾ ഒരു സൂക്ഷ്മതലത്തിൽ ഉത്തരം പറയണം എങ്കിൽ തീർച്ചയായിട്ടും നിശ്ചലത്വത്തിന്റെ മണ്ഡലത്തിൽ നിലനിന്നാൽ മാത്രം യഥാർത്ഥത്തിലുള്ള ഒരു ഉത്തരം കിട്ടും. അതിന് മനസ്സിനോട് ഒട്ടലില്ലാത്ത നിരീക്ഷകന് ഉണ്ടാകണം. പിന്നെ അപ്പൊ അത്
സൂക്ഷ്മത ഇല്ലാതെ വരുന്ന കാരണം എന്തും കൊണ്ടാണ്, അതിന്റെ ഭവിഷ്യത്തും നമ്മൾ ഇപ്പം മോൾ നേരിട്ട കാര്യങ്ങള്, ഉത്തരം പറയാനുള്ള വിഷമം, ചോദ്യം മനസ്സിലാക്കാൻ ഉള്ള പ്രയാസം, ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. സൂക്ഷ്മത ഇല്ലാതെ വരുന്നത് മനസ്സ് പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പൊ നിരീക്ഷകന്റെ അഭാവം വരുന്ന കാരണം നമ്മൾ ഇപ്പോഴും പിന്നെ സൂക്ഷ്മത ഇല്ലാത്ത ഒരു തലത്തില് വ്യവഹരിക്കുന്നതുകൊണ്ടാണ്. അവിടെ പിന്നെ മനസ്സ് പ്രവർത്തിക്കുന്നു, നിത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മുഴുകി പോകുമ്പം സ്വന്തം വ്യാഖ്യാനം ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം മനസ്സ് നിശ്ചലമാകുന്നില്ല, അതുകൊണ്ട് ധ്യാനാത്മക മനസ്സാകുന്നില്ല. അങ്ങനെ വരുമ്പം വിവേക ബുദ്ധി ഇല്ലാതെ വരുമ്പം നിരീക്ഷണം ഇല്ല. അപ്പൊ ലാക്ക് ഓഫ് നിരീക്ഷകൻ, അതിന്റെ അഭാവം, അത് കാരണം സൈലൻസ് ഇല്ലായ്മ. അതുകൊണ്ടാണ് ഈ തെറ്റായ ഉത്തരം പറയുന്നതും ചോദ്യം മനസ്സിലാക്കാൻ പറ്റാത്തതും പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ നിരീക്ഷകൻ ഉണ്ടെങ്കിൽ ആ കാഴ്ച നദി കാണും. പക്ഷെ കാണുമ്പം നോ മൈൻഡുമായിട്ടാണ്, ഒരു ഡിറ്റാച്ച്ഡ് മാനറിലാണ് അത് കാണുന്നത്. ആ തലത്തിൽ കാണുമ്പോൾ അവിടെ മനസ്സിനോട് ഒട്ടലില്ല. അപ്പോ നദി ഉണ്ട് എന്നൊന്നും പറയില്ല, മറ്റേതായാലും പറയില്ല. കാരണം ഒന്നും നിശ്ചലമല്ലേ. അപ്പോ അങ്ങനെ വരുമ്പം അവിടെ ഉണ്ടാവേണ്ട ഒരു ആൻസർ പറയുന്നതല്ല, പക്ഷെ അവിടെ മൗനമാണ് വേണ്ടിയത്. കാരണം അതാണ്, ആ നിശ്ചലത്വമാണ് സത്തയുടെയും പിന്നെ സത്തയോട് ചേർന്നിരിക്കുന്ന നിരീക്ഷകന്റെയും ധാമം. അതാണ് പിന്നെ തിരിക്കണമല്ലോ. അപ്പോ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ നിമിഷത്തിൽ നിൽക്കുന്ന പരിശീലനം ചെയ്ത് നിശ്ചലമായി നിരീക്ഷകനെ വളർത്തി, അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ വർത്തിച്ച് നിശ്ചലമായ സത്തയെ നമ്മൾ അറിയണം. എന്നിട്ട് ആ സ്വാഭാവികതയുടെ ഉള്ള ആ ഒഴുക്ക് അതും അറിയണം. ജീവിതത്തിന്റെ, നദിയുടെ മാത്രമല്ല ജീവിതത്തിന്റെയും അറിഞ്ഞിരിക്കണം. അങ്ങനെ മാറിയില്ലെങ്കിൽ മനസ്സ് തുടരും. എന്നിട്ട് വേറെ ഒരു ദിവസത്തേക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു ഇതാലും ശരിയാവില്ല. കാരണം പിന്നെ വേറെ ഒരു ഇഷ്യൂയും അവിടെ ഉണ്ടാവും. ഈ മനസ്സിപ്പോ ഇങ്ങനെ തുടർന്നാൽ ആ മനസ്സിന്റെ വേറെ ഒരു ചിന്ത ഉണ്ട്, നിരീക്ഷകൻ തുടരണോ ഇല്ലയോ. അപ്പൊ അതൊരു മനസ്സിന്റെ ഒരു വ്യാഖ്യാനമാണ്. അതുകൊണ്ട് മനസ്സിന്റെ മനോവൃത്തികളെ അതിലോട്ട് ഒട്ടാതെ നിരീക്ഷിച്ച് സത്തയെ അറിഞ്ഞ് അനുഭവിക്കുക എന്ന്, അതായത് നിശ്ചലത്വത്തിനെ അറിയുക എന്ന് ഉള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോകണ്ടേ. ഇത്രയും പറഞ്ഞിട്ട് ഗുരുജിയുടെ പാദങ്ങൾ ഇത് സമർപ്പിച്ചിട്ട് നിർത്തും. ഹരി ഓം. നമ്മള് എല്ലാവരും മനസ്സുകൊണ്ട് വ്യാഖ്യാനിച്ചാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വൃത്തത്തിലെ ശൂന്യതയിൽ പറഞ്ഞു, ചർച്ചയിൽ പറഞ്ഞായിരുന്നു. മനസ്സുകൊണ്ട് അറിഞ്ഞതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരിലേക്കും പകരാൻ ശ്രമിക്കും എന്നും പറഞ്ഞു. ഈ ലഭിച്ച മനസ്സുകൊണ്ട് അറിഞ്ഞ കാര്യങ്ങള് ഒരു ഗുരുവിനോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ബോധപ്രാപ്തനായിട്ട് നിൽക്കുന്ന ഒരു ഗുരുവിനോട് സംസാരിക്കാൻ സാധിക്കില്ല. കാരണം ബോധസ്വരൂപനായിട്ട് നിൽക്കുന്ന ഗുരു മനസ്സിനെ ജയിച്ചവനാണ്. നമ്മൾ മനസ്സുകൊണ്ട് മനസ്സിലാക്കി തെറ്റിദ്ധാരണകളാണ് നമ്മൾ ഗുരുവിന്റെ മുന്നിൽ വിളമ്പുന്നത്, അല്ലെങ്കിൽ വിളമ്പാൻ ശ്രമിച്ചാൽ സാധാരണ ആൾക്കാരോട് പറയാൻ പറ്റും, അവര് മനസ്സിൽ നിൽക്കുന്നുണ്ട്.
എന്നാൽ ഗുരുവിനോടാണ് ഇങ്ങനെ പറയുന്നെങ്കിലോ, ആ ഗുരു ഞാനിത് തിരിച്ചറിഞ്ഞു, എനിക്കിത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഗുരു എന്ത് പറയും അവിടെ? ഗുരു നമ്മൾ നമ്മളിൽ എന്താണോ സംഭവിച്ച പലതിനെയും എന്ത് ചെയ്യുന്നു, ഗുരു തിരിച്ച് സംസാരിക്കുന്നു വെച്ചോ. ഗുരു തിരിച്ച് സംസാരിച്ചാൽ നമ്മളെ കെട്ടിപ്പൊക്കിയ ചീട്ടുകൂട്ടാരം എന്ത് ചെയ്യും? തകരും. അപ്പൊ ആദ്യമൊക്കെ ഗുരു നമ്മൾ പറയുന്നത് കേട്ടായിരിക്കും നിൽക്കുന്നത്. നമ്മളെ എതിർക്കില്ല, അല്ലെങ്കിൽ കാര്യങ്ങള് ശരിയായിട്ടുള്ള കാര്യം പറയില്ലെങ്കിലും നമ്മളെ ആദ്യം ഇതുവഴി പോകുമ്പോൾ കുറച്ച് മനസ്സിലാവും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങനെ നിർത്തും. എന്നാൽ കുറച്ചും കൂടി കഴിഞ്ഞാലാണ്, കുറച്ചും കൂടി യാത്ര മുന്നോട്ട് പോകുമ്പോഴാണ് ഗുരു സംസാരിക്കുന്നത്, ആ സത്യത്തെ സംസാരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? നമ്മൾ ഇതുവരെ കെട്ടിപ്പടുത്തി വെച്ച ആ ചീട്ട് കൊട്ടാരം ഗുരുവിന്റെ വാക്ക് കേൾക്കുമ്പോൾ തകരും. ആ നിത്യസത്യം നമ്മളിലേക്ക് നോക്കാനാണ് പഠിപ്പിക്കുന്നത്. തന്നിൽ സദാ നിലനിൽക്കുന്ന ബോധത്തെ, അതിന്റെ പ്രവാഹത്തെ തിരിച്ചറിയൂ. അങ്ങനെ അതായി തീരുമ്പോൾ നീ അറിയേണ്ടത് അറിഞ്ഞ് അറിവായിട്ട് മാറും എന്നാണ് ഗുരു പറയുന്നത്. അത് കുറെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേ ആ സത്യം വെളിപ്പെടുത്തുകയുള്ളൂ. അതുവരെ നമ്മൾ പറയുന്നത് കേട്ട് ഇങ്ങനെ നിൽക്കും, നമ്മളെ കൂടെ നിൽക്കും, നമ്മൾ പറയുന്നതിനെല്ലാം കേട്ട് നിൽക്കും. ഒരു സാധകൻ യാത്രയിലാണല്ലോ, തന്റെ സ്വരൂപത്തെ അനുഭവിക്കാനുള്ള യാത്രയിലാണ്. ഗുരു ഒരു സാധകനെ കാണുമ്പോൾ അവന്റെ ഇപ്പോഴത്തെ മനോതലം അതിനെയാണ് ആദ്യം നോട്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ഉയർത്തി അവനെ ആ സത്യയെ അനുഭവിക്കുന്ന നിലയിലേക്ക് അവനെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ആ തലത്തിലേക്ക് തയ്യാറാക്കിയെടുക്കും. അപ്പൊ ഈ യാത്രയില് സാധകൻ തുടരുമ്പോൾ എന്ത് സംഭവിക്കുന്ന? സാധകനില് തന്നിൽ മാറി മാറി വരുന്ന മനോതലങ്ങളെ അവന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് മനസ്സിലാക്കാൻ ഒരു നിരീക്ഷകനായിട്ട് നിലനിൽക്കാൻ സാധിച്ചാലാണ് സാധിക്കുന്നത്. അപ്പൊ ശരിക്കും ആ നിരീക്ഷകനായിട്ട് നിലനിൽക്കുമ്പോൾ അവൻ ഒരു ഒഴുക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒഴുക്കിൽ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ തെറ്റിദ്ധാരണകളെല്ലാം അവൻ പോലും അറിയാതെ മാറും. കാരണം എന്ത് പറ്റി? നിരീക്ഷകനായിട്ട് നിൽക്കുമ്പോൾ അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല, ഭൂതത്തിലോട്ടും ഭാവിയിലോട്ടും ഒന്നും സഞ്ചരിക്കുന്നില്ല. ഒരു പ്രയത്നരഹിതമായ ഒരു ഒഴുക്കായിട്ട് നിൽക്കുമ്പോൾ ആ മനസ്സ് ശാന്തമായിട്ട് ഈ അറിവുകളെല്ലാം ലഭിക്കുകയും ചെയ്യും, മനസ്സ് ശാന്തമാവുകയും ചെയ്യും, ഈ നിമിഷത്തിൽ നിലനിൽക്കാനും സാധിക്കും. അപ്പോഴാണ് അവന് ആ കറക്റ്റായിട്ടുള്ള അറിവ് ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും അറിവ് ലഭിക്കുമ്പോൾ അവൻ ശാന്തനാവും, മനസ്സില്ല അവിടെ. ഇനി ഈ ഒരു നദി ഒഴുകുന്നത് സമുദ്രത്തിൽ ലയിക്കാനാണ്, നമുക്കെല്ലാം അറിയാം. ആ നദി ഒഴുകുന്നത് സ്വാഭാവികതയിലായതുകൊണ്ടാണ്. ആ സ്വാഭാവികതയിലായതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത്? ഒഴുക്ക് നടന്നത്. ഇനിയിപ്പോ ആ ഒഴുക്കിനെ തടഞ്ഞാലോ? അവിടെ നദി ഉണ്ടാവില്ല. എന്തുണ്ടാവും? കെട്ടിക്കിടക്കുന്ന ജലം ഉണ്ടാവും. കാരണം ഒഴുകുന്നതാണ് നദി. അവിടെ തടഞ്ഞ എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ തട വന്നാൽ, ആ ഒരു ഒഴുക്കിന് തടസ്സം വന്നാൽ അവിടെ കെട്ടിക്കിടക്കുന്ന ജലമാവും. അത് മലിനപ്പെടുകയും ചെയ്യും. ഒഴുക്കില്ല, അതിന്റെ സ്വാഭാവികത നഷ്ടപ്പെടും. അപ്പൊ ഒരു സാധകനിലും ആ ഒഴുക്ക് നടന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സും മലിനപ്പെടും, സത്തയിൽ നിന്നും അകലും. സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിനെ നിലനിർത്തുക എന്നതാണ് ഒരു സാധകൻ ചെയ്യേണ്ടത്. അതിനാണ് നിരീക്ഷകനെ ഉണർത്തണം എന്ന് പറയുന്നത്. നിരീക്ഷകൻ ഉണരുമ്പോഴോ സാധകൻ രാധയാവും. ആ ധാര നമ്മളെ സത്തയിലെത്തിക്കും. ഹരിയും 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 ഹരി ഓം.
ഓം ശ്രീ ഗുരുഭ്യോ നമ. ഈ ഓരോ വൃത്തത്തിലെ ശൂന്യതയും നിരീക്ഷകനിലേക്കുള്ള ഓരോ ചവിട്ടുപടിയായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം പുതിയ പുതിയ അറിവുകളാണ് ഓരോ വൃത്തത്തിലെ ശൂന്യതയിലും എവിടെയും ഗുരുജി പകർന്നു നൽകുന്നത്. അപ്പൊ ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മനസ്സിന്റെ തലം വളരെ പരിമിതവും എന്നാൽ നിരീക്ഷകന്റെ തലം അനന്തവുമാണ്. അതാണ് ഗുരുജി ഇതിൽ വ്യക്തമാക്കി തരുന്നത്. അതായത് കണ്ണുകൊണ്ട് എന്തെങ്കിലും കണ്ടാൽ മനസ്സ് അതിനെപ്പറ്റി വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നിരീക്ഷകൻ കാണേണ്ടത് പൂർണ്ണതയോടെ കണ്ടറിഞ്ഞ് നിശബ്ദമായി നിൽക്കുന്നു. ഗുരുജി നദി ഒഴുകുന്നതിന്റെ കാര്യം പറഞ്ഞു. ഈ ഒഴുകുന്ന നദി പോലെ തന്നെ ഒരു സാധകന്റെ ജീവിതവും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജനനം മുതൽ മരണം വരെയാണ് ഒരാളുടെ ജീവിതയാത്ര എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ മരണം മുതൽ ജനനം വരെയാണ് ജീവന്റെ യാത്ര എന്നാണ് ഗുരുജി പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെയെല്ലാം ഒരു ഒഴുക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഈ മനോതലത്തിൽ നിൽക്കുന്ന നമ്മൾക്ക് നിരീക്ഷകനെ കുറിച്ചോ സത്യയെക്കുറിച്ചോ ആധികാരികമായി ഒന്നും പറയാൻ കഴിയില്ല. എങ്കിലും വൃത്തത്തിലെ ശൂന്യതയിലൂടെ സാധകനെ ആ നിരീക്ഷകനിലേക്ക് അടുപ്പിക്കുകയാണ് ഗുരുജി ചെയ്യുന്നത്. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യത വായിച്ചപ്പോൾ ഉയർന്ന ഒരു ചോദ്യമാണ്, ഉള്ളിൽ ഉയർന്ന ഒരു ചോദ്യം. യഥാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും കാണേണ്ട വിധത്തിൽ കാണുന്നുണ്ടോ? അതായത് ആ നദിയെ കണ്ടു എന്ന് പറയുന്നതിലുള്ള ആ ഒരു പരിമിതി അത് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇപ്പം 7 പേരുണ്ട്. അപ്പൊ ആരെങ്കിലും ഇതിലാരെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ മനസ്സ് ഉടനെ ഉത്തരം നൽകും, ഞാൻ ഇതില് ബാലുജിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. മനസ്സിന്റെ ഉത്തരവാണത്. എന്നാൽ ബാലുജി ജനിച്ചത് മുതൽ നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എന്തെല്ലാം മാറ്റങ്ങളിലൂടെ കടന്നുപോയി എന്ന് നമ്മൾ അറിയുന്നില്ല. ഇനി എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്നും അറിയില്ല. മാത്രമല്ല ബാഹ്യ ശരീരം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മറ്റൊരാളുടെ അന്ധകരണവും ചിന്തകളും വാസനകളും ഒന്നും നമ്മൾ അറിയുന്നില്ല. എങ്കിലും ഒരാളെ ഒരു ദിവസം മാത്രം കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സ് അതിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങൾ നൽകും. ആ കണ്ട ആളെ ഇഷ്ടപ്പെട്ടാൽ അയാളുടെ ഗണങ്ങളെ കുറിച്ച് വർണ്ണിക്കും. ഇല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാളുടെ പല കുറ്റങ്ങളും പറഞ്ഞു നടക്കും. ഇതാണ് മനോതലത്തിൽ നടക്കുന്നത്. എന്നാൽ എല്ലാവരിലും ഉണ്മയായി നിറഞ്ഞു നിൽക്കുന്ന ആ ഏകമായ സത്തയാണ് എന്ന് മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. എല്ലാവരിലും ഉള്ളത് ഒരേ സത്ത തന്നെയാണ്, പക്ഷെ അത് മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിന് നിരീക്ഷകൻ തന്നെ വേണം. എത്ര ജലം ഒഴുകിപ്പോയാലും നദി നദിയായി നിൽക്കുന്നത് പോലെ എത്ര ശരീരത്തിലൂടെ കടന്നു പോയാലും ശുദ്ധബോധമായ സത്ത മാറ്റമില്ലാതെ നിശ്ചലമായി അറിവിന്റെ പൂർണ്ണതയായി നിൽക്കുന്നു. അപ്പോ ഇവിടെ ഈ സത്തക്കൊന്നും പ്രത്യേകിച്ച് അറിയേണ്ടതായിട്ടില്ല. കാരണം എല്ലാ അറിവും സത്തയിൽ നിന്ന് തന്നെ ആണ് ഉണ്ടായിരിക്കുന്നതും ആ അറിവിലാണ് എല്ലാ അറിവും സത്തയിലാണ് നിലനിൽക്കുന്നത്. ഇത് നമ്മുടെ ഋഷിമാർ ഗുരുശിഷ്യ പരമ്പരയിലൂടെ 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാൽ ഇതേ തത്വമാണ് ഇപ്പം ക്വാണ്ടം ഫിസിക്സിന്റെ പിതാവായ മാക്സ് പ്ലാങ്കും പറഞ്ഞു തന്നിരിക്കുന്നത്. കാരണം എല്ലാം ആ പരമമായ ബോധത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇവിടെ പരമമായ ബോധം എന്ന് പറയുന്നത് ഈ സത്ത തന്നെയാണെന്നാണ് പിന്നെ ഗുരുജിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അപ്പൊ നിരീക്ഷകൻ നിൽക്കുന്നത് ആ തലത്തിലാണ്, എത്രയോ ഉയർന്ന ബോധതലത്തിൽ. നമ്മൾ പ്രപഞ്ചബോധം, പ്രാപഞ്ചിക ബോധം എന്നൊക്കെ പറയുന്ന ആ തലത്തിലാണ് ഈ നിരീക്ഷകന്റെ നിലനിൽപ്പ്. അപ്പൊ ആ തലത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമ്മുടെ മനസ്സിനെ എത്രമാത്രം നമ്മൾ നിശ്ചലമാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാന സന്ദേശമായിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് ബോധപ്രാപ്തനായ ഗുരുജി നിരീക്ഷകനെ കുറിച്ച് പറയുന്നതാണ് സാധകർക്ക് പ്രമാണമായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ നിരീക്ഷകൻ സത്ത എന്നൊക്കെ ഗുരുജി പറയുന്നത് കേട്ട് നമ്മൾ പറയുന്നു. നമ്മളിപ്പോഴും മനസ്സിന്റെ തലത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അതിസൂക്ഷ്മ തലത്തിൽ നിശ്ചലമായി നിന്ന് നിരീക്ഷകൻ എല്ലാം അറിയുന്നു.
നിരീക്ഷകന് പരിശ്രമം കൂടാതെ എല്ലാം അറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിരീക്ഷകന് മുന്നിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ല. മനസ്സിന്റെ തലത്തിലാണ് ചോദ്യങ്ങളും വ്യാഖ്യാനങ്ങളും ഉത്തരം തേടലും ഒക്കെ വരുന്നത്. അതുപോലെ മനസ്സിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ബോധപ്രാപ്തനായ ഗുരു പറയുന്നത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. പല സംശയങ്ങൾ വരും, ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകാൻ കഴിയില്ല. അപ്പൊ ആ നിരീക്ഷകന്റെ മുന്നിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നുമില്ല. ആ അറിവിന്റെ പൂർണ്ണത മൗനത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ഗുരുജി പറയുന്നത്. അപ്പൊ ഗുരുവിന്റെ മൗനം അത് കാട്ടിത്തരുന്നു. എന്നാൽ അറിവ് വളരെ പരിമിതമായതിനാൽ അറിവില്ലായ്മയിലൂടെ സാധകന്റെ മനസ്സ് ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗുരു മൗനത്തിലുമാണ്. അപ്പൊ അതിൽ തന്നെ വ്യത്യാസം മനസ്സിലാക്കാം. ആ ബോധതലം, സാധകന്റെ ബോധതലവും ഗുരുവിന്റെ ബോധതലവും എത്രമാത്രം വ്യത്യാസം ഉയർന്നിരിക്കുന്നു. ഗുരുവിന്റെ ബോധതലം എത്രയോ ഉയർന്ന തലത്തിലാണ്. അപ്പോ മനസ്സിനെ നിശ്ചലമാക്കുവാൻ ശ്രദ്ധയിൽ കേന്ദ്രീകരിച്ച് കൊണ്ട്, അതായത് ആ ശ്രദ്ധ എവിടെയാണ് കേന്ദ്രീകരിക്കേണ്ടതെന്ന് ഗുരുജി പറയുന്നുണ്ട്. ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിത്യസാധന ചെയ്യുക. ആ നിശ്ചലത ഈ ജന്മത്തിൽ തന്നെ സാക്ഷാത്കരിക്കുവാൻ നിരീക്ഷകനെ ഉണർത്തുക. ഗുരുജി പറയുന്നുണ്ട്, ഭാവിയിലേക്ക് നീട്ടിക്കൊണ്ടുപോകരുത്. നമുക്ക് ഒരു ജന്മം കിട്ടിയ ആ ജന്മത്തിൽ തന്നെ നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ പറ്റുവാണെങ്കിൽ പിന്നീട് ഒരു ജന്മത്തിലേക്ക് വരേണ്ടതില്ല. അതാണ് ആ ഭാവിയെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നു. ഭാവിയിൽ ചെയ്യാവുന്നുള്ളത്, ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്യണം. ഗുരുജി എപ്പോഴും പറയുന്നതാണ്, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക. അപ്പൊ ഈ നിത്യസാധനയും ഈ നിരീക്ഷണവും ഒക്കെ നമ്മൾ ഒട്ടും വൈകാതെ തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അത് കൂടാതെ മനസ്സിന്റെ അർത്ഥശൂന്യത തിരിച്ചറിഞ്ഞ് അതിനെ നിശ്ചലമാക്കിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ജനന മരണ ചക്രങ്ങളിൽ കറങ്ങേണ്ടി വരും. ഈ നദി ഇങ്ങനെ ഒഴുകുന്നത് പോലെ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ ജനന മരണ ചക്രങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകി പോകേണ്ടി വരും. അതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മളിലെ നിരീക്ഷകനെ ഉണർത്തുക, ധ്യാനാത്മക മനസ്സ് സാധനയിലൂടെ വളർത്തിയെടുക്കുക. അപ്പൊ അതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം മനസ്സുകൊണ്ടോ കണ്ണുകൊണ്ട് കാണുന്നതിന്റെ ഒക്കെ ആ ഒരു പരിമിതി, വളരെ വളരെ പരിമിതമായ അറിവ് മാത്രമേ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. ശരിയായ അറിവ് ആ നിരീക്ഷകനിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹരിയോം. ഹരിയോം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നിശ്ചല തത്വത്തിൽ നിന്നാണ് ജീവൻ മുക്തി എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ നിശ്ചല തത്വത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് നമ്മൾ ചെയ്യുന്ന നിത്യസാധനയ്ക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലും, ഈവൻ ഈച്ച് ആൻഡ് എവരി ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ സ്ഥൂലതയിൽ നിന്നും സൂക്ഷ്മതയിലേക്കുള്ള യാത്രയാണ് ആത്മീയത. അപ്പം ആ ആന്തരിക യാത്ര നടത്തുമ്പോൾ നമ്മൾ ആ സൂക്ഷ്മാവസ്ഥയിലേക്ക് പ്രാപിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ മനസ്സിന്റെ ഇവിടെ ഘടകങ്ങൾ പലതും പറയുന്നുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹം. അപ്പോൾ ഇതെല്ലാം സൂക്ഷ്മാവസ്ഥയിൽ നിലകൊള്ളുന്നു. എന്നാൽ ഇത് സ്ഥൂലതയുമായിട്ട് ചേരാൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സത്തയെ നമ്മൾ മറന്നു പോകുന്നത്. അപ്പൊ സ്ഥൂലതയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഓരോന്നിനെയും നോക്കിക്കാണാൻ സൂക്ഷ്മ ഭാവത്തിലുള്ള ഈ ഘടകങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാരണം അകത്തും പുറത്തും ഈ ബോധം മാത്രമേ ഉള്ളൂ. നമ്മൾ പക്ഷെ അതിനെ അറിയുന്നില്ലല്ലോ. എന്തുകൊണ്ട് അറിയുന്നില്ല? ഈ ഘടകങ്ങൾ നമ്മൾക്കെതിരെ അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെ മറയ്ക്കുന്ന എന്തോ ഒന്നിനെ മറയ്ക്കുമെന്നല്ലോ. അത് നമ്മൾ മഹാമായ എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സാന്ന് പറയുന്നു. ഇതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇത് നമ്മളെ മറച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഒരു നദി പോലെ നമ്മളുടെ ഉള്ളിൽ അകത്തും പുറത്തും പരിലസിക്കുന്ന ഈ ബോധത്തെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്ന അങ്ങനെ ഒരു അവസ്ഥ നിലകൊള്ളുന്നുവെങ്കിൽ അതിന് കാരണക്കാരനായി നിൽക്കുന്ന ഘടകങ്ങളെ നമ്മൾ വേർതിരിച്ച് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഗുരുജി വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ വ്യക്തമാക്കലിന്റെ ഭാഗമായി നമ്മൾ എന്ത് ചെയ്യും? നിരീക്ഷകനെയാണ് ഉണർത്തേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ആ സൂക്ഷ്മതയിലേക്കുള്ളതാണ് യാത്രയാകുമ്പോൾ സൂക്ഷ്മത്വം നമ്മളിൽ വരണം. കാരണം നമ്മൾ ഓരോന്നിനെയും ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പം ഗുരുജി നമ്മളോട് ചോദിക്കുന്നു,
നിങ്ങളത് കണ്ടോ? ആ കണ്ടു ഗുരുജി. ശരിക്കും കണ്ടോ? ശരിക്കും കണ്ടില്ല എന്നേ നമ്മൾ പറയുള്ളൂ. അത് സ്വാഭാവികതയിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം രണ്ടാമതൊന്ന് ചോദിക്കുമ്പോൾ നമ്മളിൽ സംശയം ജനിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ്? മനസ്സുകൊണ്ടാണ് കണ്ടത്, ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് കണ്ടത്. കാരണം അതിന്റെ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടു എന്ന് ആദ്യം പറഞ്ഞത്. എന്നാൽ ശരിക്കും കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിരീക്ഷകന്റെ ഒരു റോള് വന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം കണ്ടില്ല എന്ന് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? പൂർണ്ണമായിട്ടും ഞാൻ കണ്ടില്ല, പൂർണ്ണമായിട്ടും ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ആ സത്യസന്ധമായ ഒരു മറുപടി പറയാൻ സാധിച്ചു രണ്ടാമത്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രണ്ട് രീതിയിലുള്ള ആൻസർ അവിടെ ഡെവലപ്പ് ചെയ്തു വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു, രണ്ടാമത്തേത് ഒന്നുകൂടെ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്ത് പറ്റി? അവിടുന്ന് ഒരു വേറെ ആൻസറാണ് കിട്ടിയത്. എന്തുകൊണ്ട് ഈ രണ്ട് ആൻസർ വന്നു എന്നുള്ളത് അവിടെയാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഉള്ളിലെ ഘടകങ്ങളുടെ ഡിപ്പെൻഡൻസിയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. ഒരു മനസ്സിനോട് രണ്ടാമതൊന്നോട് ചോദിച്ചപ്പോൾ മനസ്സ് ചെയ്ത് കൈമലർത്തി. അവിടെ ഒന്നിന് അതാണ് സംഭവിച്ചത്. ബുദ്ധിക്കും പറയാൻ പറ്റുന്നില്ല. ഇനിയും ഇത് കണ്ട എന്ന് പറയുന്ന അവകാശപ്പെടുന്ന അഹത്തിനും അതിന് ആൻസർ കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാത്തിലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലായാലും ആ കർമ്മത്തിന്റെ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴും മനസ്സിങ്ങനെ കൈമലർത്തും. നിനക്ക് ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? നിനക്ക് ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നീ ഇതിനെ ഇങ്ങനെ ഡീൽ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? രണ്ടാമത് വന്ന് ചോദിക്കുന്ന അവസ്ഥ മനസ്സുണ്ട്. അപ്പം ഇതൊക്കെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കുന്നത് നിരീക്ഷകൻ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ ഈ ഡബിൾ റോൾ കാണാൻ സാധിക്കുന്നത് നിരീക്ഷകൻ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ സൂക്ഷ്മ തലത്തിൽ നിന്ന് ഓരോന്നിനെയും അനലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ വിവേക ബുദ്ധി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണരുന്നത് എന്നുള്ളത് തീർച്ചപ്പെടുത്തുന്നു. വിവേക ബുദ്ധി ഇവിടെ വളർന്നു വരുവാൻ അതിനൊരു അത് സംജാതമാകാൻ ഒരു അടിത്തറ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സൂക്ഷ്മമായി ദർശിക്കുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മൾ തന്നെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും മൗനമായിട്ടായിരിക്കും ചെയ്യുന്നത്. അതങ്ങനെയാണ്. കാരണം ഇപ്പൊ നമ്മൾ മീറ്റുമിൽ എത്തുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പല കാര്യങ്ങളും നോക്കിക്കാണാൻ. പക്ഷെ അത് മൗനത്തിലൂടെയാണ്. നമ്മൾ ഒരിക്കലും അത് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷനിലൂടെ അല്ല നമ്മൾ അത് ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഒരു ബോധപ്രാപ്തന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പല ഘടകങ്ങളും, നമ്മൾ പറയുന്നില്ലേ, ഈ ഘടകങ്ങളെല്ലാം ഷട്ട് ഡൗൺ ആവും. അഹം പോലും ഷട്ട് ഡൗൺ ആവും. എന്തുകൊണ്ട്? ഈ ഒരു ഉന്നത ബോധം അവിടെ പരിലസിക്കുമ്പോൾ നമ്മൾ ഈ ഘടകങ്ങളൊന്നും പ്രസന്റ് ആവാനുള്ള സാധ്യത വളരെ കുറേ. ഇനി പ്രസന്റ് ആയാൽ തന്നെയും അത് അല്പനേരത്തേക്ക് മാത്രമാകും. അത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയും അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഗുരുജി പറയാറുണ്ട്, ഒരു നദിയെ 2 പ്രാവശ്യം കാണാൻ സാധിക്കില്ല എന്ന്. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കാരണം നമ്മൾ കണ്ട ആ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അവിടുന്ന് പാസ് ചെയ്തിട്ടുണ്ട്. കാരണം നദിയുടെ ഒഴുക്ക് പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതില് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം നടക്കേണ്ടതാണ്, നടന്നു പോകുന്നു. അല്ലെ, ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണെന്ന് കണ്ട് നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. കാരണം ഇവിടെ ആ സൂക്ഷ്മതലത്തിൽ നിന്ന് കാണുമ്പോൾ നമ്മൾക്ക് എപ്പോഴാണ് നിശ്ചലത്വം വരേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ഈ പറയില്ലേ, തന്നറിവ് എന്ന് പറയുന്ന അവസ്ഥ നമ്മളിൽ സംജാതമാക്കണമെങ്കിൽ നമ്മളിൽ മനസ്സടങ്ങണം, അല്ലെങ്കിൽ അഹത്തിന്റെ കരിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഗുരുജി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഒരു സാധകൻ ചിന്തിക്കേണ്ടിരിക്കും. ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? എൻ്റെ ലൈഫിനെ മുന്നോട്ട് ലീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ എന്തിന് പ്രാധാന്യം കൊടുക്കും? എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അപ്പൊ ആ ലക്ഷ്യത്തെ പറ്റി മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റു ഘടകങ്ങളെല്ലാം അപ്രസക്തമാകും. അപ്പൊ സത്യത്തെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്ന അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കാവുള്ളൂ, അതിനെപ്പറ്റി മാത്രമേ എപ്പോഴും ബോധേഡാവൂ. അപ്പൊ ചോദിക്കും, ഭൗതിക വ്യവഹാരങ്ങളിലെല്ലാം നമ്മൾ എൻഗേജ് ആവുന്നില്ലേ? ഉണ്ടാവും, അതെല്ലാം നടക്കും. കാരണം ആ ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ
തീർച്ചയായിട്ടും ഈ ഘടകങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. പക്ഷെ ആ ലക്ഷ്യബോധം ഉറച്ച മീൻസ് ആങ്കർ ആ സത്തയിലാണ് നിലകൊള്ളുന്നതെങ്കിൽ ഇതിനെപ്പറ്റി ബോധ്യമാകും. പറയല്ലേ, തീയിൽ കുരുത്തവൻ എങ്ങനെ വെയിലത്ത് പാടുക, ആ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആ തീയിൽ കുരുക്കണമെങ്കിൽ സാധന ബലപ്പെടണം. നമ്മളിൽ വരുന്ന മാറ്റങ്ങളെ നമുക്ക് സ്വീകാര്യതയോട് കാണാൻ സാധിക്കണം. കാരണം ഇന്നത്തെ ആളല്ല നാളെ, അല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോന്നിനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു, മനോഭാവത്തിൽ വ്യത്യാസം. ഇപ്പോൾ ഒരു ഭൗതിക വ്യവഹാരങ്ങളാണ് കൂടുതൽ. ഇനിയും മനസ്സുകൊണ്ടാണ് ആ മനസ്സിന്റെ ഇതിലാണ് നിൽക്കുന്നെങ്കിൽ ആ മനോതലത്തിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയും കുറച്ചുകൂടെ ആധ്യാത്മികമായ രീതിയിലാണ് അവൻ അതിന്റെ ഓരോന്നിനെയും കാണാൻ ശ്രമിക്കുന്നെങ്കിൽ അവനിൽ ആന്തരികയാത്രയുടെ പ്രയാണം ശക്തമായ തോതിലുണ്ടാകും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പറയില്ലേ, നമ്മൾ കീപ്പ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിനെ ആശ്രയിച്ചിരിക്കും. ഇവിടെ ഞാൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നെങ്കിലും നമ്മൾ ഏത് ഭാവം സ്വീകരിക്കുന്നു അല്ലെ. ഇപ്പം രാധയ്ക്ക് കൃഷ്ണനോട് എന്ത് ഭാവമാണ് വന്നത്? അവിടെ ആ പ്രണയത്തെ മനസ്സിലാക്കിയപ്പോൾ അതിൽ ലയിക്കാനുള്ള വെമ്പൽ കൊണ്ട് രാധ നിത്യസാധകയായി കണ്ണനിൽ ലയിക്കുന്നൊരവസ്ഥയാണ് വന്നേക്കുന്നത്. അപ്പം ആ എഫോർട്ടിന് പ്രാധാന്യമുണ്ട് അവിടെ. അപ്പൊ തീർച്ചയായിട്ടും അപ്പോൾ ആ എഫോർട്ട് എടുക്കുമ്പോൾ മാത്രമാണ് ആ ബോധപ്രാപ്തൻ രാധയിലേക്ക് ഉണർന്നത്. അല്ലെങ്കിൽ ആ നിരീക്ഷണം ശക്തമായപ്പോഴാണ് രാധയ്ക്ക് അവിടെ ലയിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതുപോലെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പം സത്യമുണ്ട് മിഥ്യയുണ്ട്, ഇതിലെല്ലാം കൂടെ നമ്മൾ, കാരണം എന്താണോ നമ്മൾ ആർജിച്ച അറിവ് അതിന്റെ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് തലം മാത്രമാണ് ഈ ഭൗതിക വ്യവഹാരങ്ങളെന്ന് ചിന്തിച്ച് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ലാത്ത പക്ഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഇന്റർപ്രിട്ടേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അതൊരു നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന അറിവായി കിടക്കുന്നു, ഓർമ്മകൾ കിടക്കുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ മുക്തി ലഭിക്കണമെങ്കിൽ നമുക്ക് ആ ഇന്റർപ്രിട്ടേഷൻസ് കുറച്ച് നോക്കാം. അല്ലെങ്കിൽ പറയില്ലേ, ഇപ്പൊ ഇന്നലെ തന്നെ വൃത്തത്തിലെ ശൂന്യതയിൽ പറഞ്ഞു, നമുക്കൊരു അത് ബാലുജി റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു ബോധപ്രാപ്തന്റെ അടുത്ത് നമ്മൾ ചെന്ന ഒരു കാര്യം പറയുമ്പോൾ അത് എത്ര ലജ്ജാവഹമാണെന്നൊന്ന് ചിന്തിച്ച്. നമ്മളെ ഒരാളുടെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ഒരാളെ പറ്റി നമ്മൾ പറയുന്നത് അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹത്തിന് എങ്ങനെ കയറി വരാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ ചെന്നൊന്ന് പറയാൻ ശ്രമിച്ചാൽ അത് എത്ര എന്താണ് മലിനപ്പെട്ട അവസ്ഥയാണെന്ന് ചിന്തിക്കണം. അപ്പോൾ നമ്മളിൽ പറയില്ലേ, നമ്മുടെ മനസ്സ് പ്രണയമായി ലയിച്ച് ഒഴുകട്ടെ. ആ ഒഴുക്ക് നമ്മൾ എന്തോ തടഞ്ഞു നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ പ്രണയം കൊണ്ട് തകർക്കപ്പെടട്ടെ എന്ന് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗുരുജി, കാഴ്ചയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. നമ്മൾ എപ്പോഴും കാഴ്ചപ്പാടുകളുടെ അടിമകളാണ്. നദിയിലെ ഓളങ്ങൾ കണക്ക് കാഴ്ചപ്പാടുകൾ അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കും, ആ ഓളങ്ങൾ തൻ്റെ കാഴ്ചപ്പാടുകൾ അതാണ് യഥാർത്ഥ കാഴ്ചയെന്ന്. അതാണ് ആ നദിയായി അവൻ സങ്കല്പിക്കുന്നത്. എന്നാൽ നീ ഒരു ബോധപ്രാപ്തന്റെ അടുത്ത്, സത്യത്തെ അറിഞ്ഞവന്റെ അടുത്ത് നീ അടുക്കുമ്പോൾ അവിടെ നിന്റെ ആദ്യത്തെ ഓളങ്ങൾ തച്ചുടയ്ക്കപ്പെട്ടു പോകും. എന്നാൽ
നീ അതിൽ നിൽക്കില്ല. നീ അടുത്ത ഓളങ്ങൾ വീണ്ടും കാണും, ഇല്ലെങ്കിൽ നീ സൃഷ്ടിക്കും. അതിനെ ഗുരു വീണ്ടും ചോദിക്കും, നീ കണ്ടുവോ? അപ്പോൾ ഒരു അന്വേഷിയാണെങ്കിൽ അവന് വീണ്ടും വിചാരം, വിവേകബുദ്ധി അവിടെ പ്രവർത്തിക്കും. അപ്പോൾ അവൻ്റെ ഉത്തരം ഇതുവരെ കണ്ടു എന്നായിരുന്നു, അത് എൻ്റെ കാഴ്ച അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല, ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കാം. കുറെ കഴിയുമ്പോൾ ആ ബോധപ്രാപ്തൻ വീണ്ടും ചോദിക്കും, നീ കണ്ടുവോ? പതിയെ പതിയെ അവിടെ ഉത്തരങ്ങൾ അസ്തമിക്കും. ബോധപ്രാപ്തന്റെ ചോദ്യങ്ങളും നിലയ്ക്കും. കാരണം ഓളങ്ങളെല്ലാം ആ സാഗരത്തിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാറ്റം നടക്കേണ്ടത് ഈ നിമിഷത്തിലാണ്. ഭാവിയിലല്ല. ഭാവിയിൽ നീ മാറാമെന്ന് നീ ചിന്തിച്ചാൽ അവിടെ ചിന്തകനുണ്ട്. ചിന്തകനുണ്ടെങ്കിൽ അവിടെ മനസ്സുണ്ട്. മനസ്സ് ചിന്തകളാവുന്നു, ചിന്തകൾ മനസ്സാകുന്നു. ഭാവിഭൂത വർത്തമാനങ്ങളിൽ അത് അലയടിച്ചു നിൽക്കുന്നു. ആ നദിക്ക് അവസാനമില്ല. ആ നദി തുടർന്നുകൊണ്ടേയിരിക്കും. അത് കൊണ്ട് നീ കാണേണ്ടത് കാണുക, കേൾക്കേണ്ടത് കേൾക്കുക, പറയേണ്ടത് മാത്രം പറയുക. നിന്റെ കാഴ്ച ബോധത്തിൻ്റെതാവട്ടെ, അസത്യത്തിൻ്റെതാവട്ടെ, അനന്തതയിലാവട്ടെ. സകല കാഴ്ചകളും അസ്തമിക്കട്ടെ. ആ നിത്യസത്യം മാത്രം നിലനിൽക്കട്ടെ. ഹരി ഓം. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഗുരുജിയുടെ വൃത്തത്തിലെ ശൂന്യത അത് ഒരു ധാരയായിട്ട് ഒഴുകുകയാണ്. ആ ധാര അത് ഓരോ സാധകരും അവരുടെ അന്ധകരണത്തിനനുസരിച്ച് ആ ഒരു നദിയുടെ മേൽത്തട്ടിലെ ഒഴുക്കിനെ നദി എന്ന നിലയിൽ കാണാം. സൂക്ഷ്മതയില് അതിന്റെ ആഴത്തിലേക്ക് പോയവർക്ക് ആ നദിക്ക് അപ്പുറത്ത് ആ നദി എന്നത് ആ സൂക്ഷ്മമായ അതിനെ ചലിപ്പിക്കുന്ന ആ ചലനം ആ ഒഴുക്കാണ് എന്നറിയുന്നവർക്ക് അതിലും അഗാധതയിലേക്ക് പോകാം. എന്തായാലും ഗുരുജി ആ ഒഴുക്ക് ആ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ആ വൃത്തത്തിലെ ശൂന്യത നമ്മുടെ തന്നെ ധാരണകളെ ഓരോന്നായിട്ട് അഴിച്ചഴിച്ച് ഒഴുകുകയാണ്. ഒഴുക്കില് പലതും ആ ഗുരുസങ്കല്പം പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞ ശേഷം അനുഭവിച്ചിട്ട്
വ്യാഖ്യാനങ്ങളില്ലാതെ പറയുന്ന കാര്യങ്ങളാണ്. വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് കൊണ്ട് നമ്മൾ ഓരോ തലത്തിലും അന്ധകരണങ്ങൾ ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗുരുജി സൂക്ഷ്മമാക്കി വീണ്ടും വീണ്ടും വ്യാഖ്യാനങ്ങളില്ലാത്ത ആ നിരീക്ഷകനിലേക്ക് സഞ്ചരിപ്പിക്കുകയാണ് ആ അറിവ്. എല്ലാ ധാരണകളും, കാരണം പുറത്ത് കാര്യങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ അകത്ത് പോലും നമ്മൾ ഒരു ചിന്ത, ഒരു സൂക്ഷ്മമായിട്ടുള്ള ദർശനം അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവിടെ ആ നിരീക്ഷകൻ ഇല്ലാത്തത് കൊണ്ടാണ് ആ സൂക്ഷ്മ ചലനം അവിടെ സംഭവിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആണ്ടിറങ്ങാൻ വേണ്ടിയാണ് ഗുരുജി നമ്മളെ എല്ലാവരെയും കൊണ്ടുപോകുന്നത്. തുടക്കക്കാരനാണ്, ആ കൊണ്ട് തന്നെ മനസ്സിന്റെ പ്രബലതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഗുരു, ആ ബോധപ്രാപ്തനായ ഗുരുവിന്റെ കൂടെ സംസാരിക്കുമ്പോൾ പലപ്പോഴും എഴുതി വച്ചിട്ട് ഗുരുജിയോട് പറയാൻ വേണ്ടി തയ്യാറായിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ആ നിമിഷം ഒന്നും ഗുരുജി ആ കാര്യങ്ങളെ സംസാരിക്കില്ല. വേറെ കാര്യങ്ങൾ സംസാരിച്ച് പിന്നീട് ആ കാര്യം സംസാരിക്കും. അപ്പോഴാണ് ആ മഹാഗുരുവിന്റെ സൂക്ഷ്മത മനസ്സിലാവുന്നത്. കാരണം മനസ്സിന്റെ തലത്തിൽ നിന്ന് കാണാപ്പാഠം പഠിച്ചിട്ടാണോ അതോ നീ ഉൾക്കൊണ്ടിട്ടാണോ? കാരണം പലപ്പോഴും അപ്പം ഉത്തരം ഒന്നും പറയാൻ പറ്റില്ല. എഴുതി വെച്ചതൊക്കെ വായിച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കും. പക്ഷെ പിന്നീട് അത് കഴിയുമ്പോൾ ലേക്കുമുള്ള നോട്ടത്തിലേക്ക് എത്തിക്കാനാണ് ഗുരു ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. തെറ്റിദ്ധാരണകൾ അഴിയാൻ, ആ സ്വാഭാവിക അഴിയല് ആ ഗുരുവിന്റെ അനുഗ്രഹത്തിൽ നടക്കും അത് എന്ന് എല്ലാം ആ ഗുരുവിനെ സമർപ്പിച്ചുകൊണ്ട് ഹരിയോം. ഹരിയോം. ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ ഞാൻ ശ്രമിച്ചോട്ടെ. എന്നുവെച്ചാല് ആ നിശ്ചല തത്വത്തിൽ നിൽക്കുമ്പം എങ്ങനെ മൗനമാകുന്നു നമുക്ക് ഫീൽ ചെയ്തൊരു ഇൻസിഡന്റ് ഉണ്ട്. അത് ഒരു വട്ടം ഇതേപോലെ ഗുരുജി നമ്മൾ കുറെ പേരുണ്ട് ചേർന്ന്, ആരൊക്കെ ഉണ്ടെന്ന് ഓർമ്മ വരുന്നില്ല, നമ്മൾ ശിവഗിരിയിൽ പോകാൻ ഇടയായി. അപ്പൊ ശിവഗിരിയിൽ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഗുരുജിയുടെ അച്ഛൻ പറഞ്ഞു, ഇത്ര നമ്പർ റൂമിൽ താമസിക്കുന്ന ഒരു സ്വാമിയുണ്ട്, അദ്ദേഹത്തെ ഒന്ന് പോയി കാണാമെന്ന് ഗുരുജിയോട് ഇങ്ങനെയെന്ന് നിർദ്ദേശം പറഞ്ഞു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേന് ഗുരുജി നമ്മളെ ഓർമ്മിപ്പിച്ചു, ഇതേപോലെ നമുക്ക് ഒരു സ്വാമിയുണ്ട്, അദ്ദേഹത്തെ കാണണമെന്ന് അച്ഛൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കാണാം. അപ്പം അവിടേക്ക് എത്തി. നമ്മൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം എത്തി. അപ്പം ഇന്ന ആളുടെ മകനാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന്, താങ്കൾക്ക് ആധ്യാത്മിക ജീവിതത്തിനാണ് താല്പര്യം എന്ന്, അപ്പം ഇതിന്റെ അച്ഛൻ പറഞ്ഞു വിട്ടത് ഗുരുജിയെ പിന്തിരിപ്പിക്കണം, ഈ ആത്മീയ യാത്രയിൽ നിന്ന് ആ സ്വാമിയെ കൊണ്ട് പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം നടത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലായത് അന്നേരം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഈ ആന്തരിക യാത്ര അല്ലെങ്കിൽ ആത്മീയ യാത്ര ഇഷ്ടമാണോ, അല്ലെ ആ യാത്രയിലൂടെ അങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണോ എന്നാണ് ആ സ്വാമി ആദ്യം. ഏകദേശം 95 വയസ്സിന് മേൽ പ്രായമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഗുരുജി പറഞ്ഞ ആൻസർ ഇല്ലാതില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇല്ലാതില്ല എന്ന് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വേർഡ്സ് കേട്ടപ്പോൾ അപ്പൊ ആ സ്വാമി മറുപടി പറഞ്ഞു, ഇല്ലാതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ. പിന്നെ ആ സ്വാമി കുറെ സമയം മൗനമായിട്ടിരുന്നു. ഗുരുജിയും മൗനമായിട്ടിരുന്നു. അവിടെ ഭയങ്കര ഒരു നിശബ്ദത ആ ഒരു അവസ്ഥ അവിടെ ഫീൽ ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും കീനായിട്ട് ഒബ്സർവ് ചെയ്യാണ്. ഗുരുജി ഇതിന് എന്താണ് റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അവിടെ ശരിക്കും ആ ഒരു നിശ്ചല തത്വം എന്ന് വെച്ചാൽ ഉറച്ചൊരു തീരുമാനം, ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ലാത്തൊരവസ്ഥ സംജാതമായപ്പോൾ അവിടെ മൗനം നിലകൊണ്ടു എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒന്ന് മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വന്നിട്ട് ഇൻസിഡന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതുപോലെ ഗുരുജി എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് നോക്കി നോക്കൂ. അപ്പൊ ഞാനിത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നോക്കി നോക്കൂ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, കീനായിട്ട് ഒബ്സർവ് ചെയ്യൂ എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ യൂസേജുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഗുരുജിയെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മുടെ റോൾ മോഡലിനെ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഈ അവസരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹരിയോം. പിന്നെ വേറെ കാര്യം സായിയോട് പറയാനുള്ളത്, ഇപ്പം നമ്മള് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം എനിക്ക് ഗുരുജിയിൽ നിന്നും ശരജിയിൽ നിന്നും ഒരു ഉപദേശം കിട്ടിയതാണ്. അത് ഞാൻ സായിയോടും പറയണം. അപ്പോൾ ഈ നമ്മുടെ ഒരു പാക്കറ്റാണ് ശരിക്കും അന്ധകരണം എന്ന് പറയുന്ന ആ പാക്കറ്റാണ്. അതിനകത്ത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന അല്ലെ ഈ അപ്പാരൻ്റായി ഇത് നാലുമാണ് ഫിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വട്ടം നമ്മൾ ഈ വൃത്തത്തിലെ ശൂന്യത തുടങ്ങിയ സമയത്ത് ശരജി എന്നെ ഓർമ്മപ്പെടുത്തി, അതേപോലെ ഗുരുജിയും ഓർമ്മപ്പെടുത്തി, അന്ധകരണം എന്ന് പറയരുത്. കാരണം നമ്മൾ അതിനെ കീറുമുറിച്ചാണ് ഇപ്പം വൃത്തത്തിലെ ശൂന്യതയിലൂടെ സ്റ്റഡി ചെയ്തു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിനെ മനസ്സായിട്ടും ബുദ്ധിയെ ബുദ്ധിയായിട്ടും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് തന്നെ പറഞ്ഞു പോകണം. കാരണം അന്ധകരണം എന്ന് പറയുന്ന ആ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചു, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അത് ശ്രദ്ധിക്കണമെന്ന് ഗുരുജി എന്നെ ഓർമ്മപ്പെടുത്തി, ശരജി എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ യൂസേജ് എന്ന് വെച്ചാൽ അന്ധകരണം എന്ന് പറയുന്ന സാധനം, ആ യൂസേജ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഹരിയോ. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇപ്പം നമ്മുടെ അടുത്തൊരു ടീച്ചറെ പറയാണ് ഒരു എസ്സേ എഴുതുക, വാട്ട് ഇസ് ദ ടേസ്റ്റ് ഓഫ് ദ ഐസ്ക്രീം ദാറ്റ് യു ജസ്റ്റ് ഹാഡ്. നമ്മൾ എന്ത് എഴുതും? കൂടിപ്പോയ കളറാണ് അല്ലേ? പക്ഷെ ക്വസ്റ്റ്യൻ വാസ് വെരി ക്ലിയർ, വാട്ട് ഇസ് ദ ടേസ്റ്റ് ഓഫ് ദ ഐസ്ക്രീം, വാട്ട് വാസ് യുവർ അനുഭവം? അപ്പൊ നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ബാക്കി എന്തെല്ലാം ചെയ്താലും അത് മനസ്സുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിന് വേറെ ഒന്നും എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പൊ ഇന്നലെ പറഞ്ഞ ഗുരുജി ചെയ്ത കാര്യമായാലും ഇന്ന് പറഞ്ഞ കാര്യമായാലും ഓൾമോസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത് കണക്റ്റഡ് ആണ്. നമ്മള് കുറെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് പറയാനൊന്നുമില്ല. സൈലന്റ് ആയിട്ട് ഇരുന്ന് പോവാ. അവിടെ ഫിയറും ഇല്ല, സൈറ്റും ഇല്ല, ഒബ്ജക്റ്റും ഇല്ല, സബ്ജക്റ്റും ഇല്ല, ആളും ഇല്ല. ആ അവസ്ഥയാണ്. പക്ഷെ നമുക്ക് മനസ്സുകൊണ്ട് പല വ്യാഖ്യാനികൾ എനിക്ക് വേണമെങ്കിൽ തരാം. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായതൊന്നും വ്യാഖ്യാനിക്കേണ്ട ഉള്ള സാധനമല്ല. അത് ഒബ്സർവ് ചെയ്ത് സൈലന്റ് ആയിട്ട് ഇരിക്കുക. അപ്പം ഇങ്ങനെയാണോ? ഇപ്പം അഷ്ടഭദ്രയിൽ ഒരു ശ്ലോകം കണ്ടതാണ്. നമ്മളെല്ലാരും ഇപ്പം എന്താ പറയാ, പല ചോക്ലേറ്റ്സ് കണ്ടാലും നമ്മൾ വി ഗെറ്റ് അട്രാക്റ്റഡ് ബൈ ദ ചോക്ലേറ്റ് കവർ. പക്ഷെ അകത്തിരിക്കുന്ന ചോക്ലേറ്റ് ഒന്ന് തന്നെയാണ്. പല ഡ്രസ്സുകൾ ഇട്ടാലും നൂലാണ് സത്യം. ആ നൂലിനെ നമ്മൾ അറിയാൻ ശ്രമിക്കുക, സറണ്ടർ ചെയ്യുക, അനുഗ്രഹം കിട്ടുക, പ്രാർത്ഥിക്കുക, നല്ലത് ചിന്തിക്കുക. അതേ ഉള്ളു പറയാൻ. ഹരിയോം.